5 സെക്കൻഡ് നേരത്തേക്ക് ഭൂമിക്ക് ഓക്സിജന്റെ പൂർണ്ണ അഭാവം അനുഭവപ്പെടുന്ന ഒരു സാങ്കല്പിക സാഹചര്യം ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങളുള്ള ഒരു കൗതുകകരമായ തിങ്കിങ് എക്സ്പെരിമെൻ്റാണ്. ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിനും പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പ്രക്രിയകളുടെ വിശാലമായ ശ്രേണി നിലനിർത്തുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഓക്സിജൻ. 5 സെക്കൻഡ് ഹ്രസ്വമായി തോന്നാമെങ്കിലും ഈ ചെറിയ കാലയളവ് പോലും ഗ്രഹത്തിലും അതിൻ്റെ ആവാസ വ്യവസ്ഥയിലും മനുഷ്യ നാഗരികതയിലും വലിയതും നിലനിൽക്കുന്നതുമായ സ്വാധീനം ചെലുത്തും. ഈ സാഹചര്യത്തിൻ്റെ പൂർണ്ണമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ ജൈവ രാസ അന്തരീക്ഷ വ്യാവസായിക സംവിധാനങ്ങളിൽ ഓക്സിജൻ വഹിക്കുന്ന പങ്ക് നാം പര്യവേഷണം ചെയ്യണം. കൂടാതെ അതിൻ്റെ പെട്ടെന്നുള്ള തിരോധാനത്തിൽ നിന്നുണ്ടാകുന്ന കാസ്കേഡിംഗ് കോൺസിക്വൻസസ്, അതായത് ഒന്നിനു പുറകെ ഒന്ന് വരുന്ന സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുകയും വേണം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 21% ഓക്സിജനാണ്, 78% നൈട്രജനും ബാക്കിയുള്ള 1% മറ്റ് വാതകങ്ങളും ഉൾക്കൊള്ളുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി വാതകങ്ങളുടെ ഈ സന്തുലിതാവസ്ഥ നന്നായി ട്യൂൺ ചെയ്യപ്പെട്ടു നമുക്കറിയാവുന്നതുപോലെ ജീവൻ തഴച്ചു വളരാൻ അനുവദിക്കുന്നു. മനുഷ്യരുൾപ്പെടെ ഒട്ടുമിക്ക ജീവജാലങ്ങളുടെയും ശ്വസനത്തിന് മാത്രമല്ല, പരിസ്ഥിതിയെയും നാഗരികതയെയും നിലനിർത്തുന്ന വിവിധ രാസപ്രക്രിയകൾക്കും ഓക്സിജൻ നിർണായകമാണ്. അന്തരീക്ഷത്തിൽ ദോഷകരമായ സൗരവികിരണങ്ങളിൽ നിന്ന് ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിൽ ഓക്സിജൻ നിർണായക പങ്കുവഹിക്കുന്നു. ഓക്സിജന്റെ ഒരു രൂപമായ ഓസോൺ സൂര്യന്റെ അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ ഭൂരിഭാഗവും ആഗിരണം ചെയ്യുന്ന മുകളിലെ അന്തരീക്ഷത്തിൽ ഒരു സംരക്ഷണ പാളി ഉണ്ടാക്കുന്നു. ഓക്സിജൻ ഇല്ലെങ്കിൽ ഓസോൺ പാളി ഉണ്ടാകില്ല. ഇത് അൾട്രാവയലറ്റ് വികിരണത്തിന്റെ അപകടകരമായ അളവ് ഭൂമിയെ തുറന്നു കാട്ടുന്നു. എന്നിരുന്നാലും ഓക്സിജന്റെ 5 സെക്കൻഡ് അഭാവത്തിൽ ഉടനടിയുള്ള പ്രത്യാഘാതങ്ങൾ കൂടുതൽ അടിസ്ഥാനപരവും ഹ്രസ്വകാലത്തേക്ക് ദൃശ്യവുമാണ്. ഓക്സിജൻ അപ്രത്യക്ഷമാകുന്ന 5 സെക്കൻഡ് സമയത്തേക്ക് മിക്ക ആളുകളും മൃഗങ്ങളും അതിജീവിക്കും. സാധാരണ അവസ്ഥയിൽ ഒരു ശരാശരി വ്യക്തിക്ക് 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയും. അതിനാൽ 5 സെക്കൻഡ് ഓക്സിജന്റെ അഭാവം ഭൂരിഭാഗം ജീവജാലങ്ങൾക്കും പെട്ടെന്നുള്ള മരണത്തിനോ അബോധാവസ്ഥയിലേക്കോ കാരണമാകില്ല. എന്നിരുന്നാലും ഓക്സിജന്റെ അഭാവം ഉടനടി ശാരീരിക അസ്വസ്ഥത സൃഷ്ടിക്കും. കാരണം ഇത് മനുഷ്യരിലും മൃഗങ്ങളിലും ശ്വസനത്തെ തടസ്സപ്പെടുത്തും. ജീവികൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയായ ശ്വസനം തടസ്സപ്പെടുത്തും. ഉദാഹരണത്തിന് മനുഷ്യർ മിനിറ്റിൽ ഏകദേശം 12 മുതൽ 20 തവണ വരെ ശ്വസിക്കുന്നു. ഓരോ ശ്വാസവും രക്തത്തിന് ഓക്സിജൻ നൽകുന്നതിനും സെല്ലുലാർ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ്. 5 സെക്കൻഡ് നേരത്തേക്ക് ഓക്സിജൻ അപ്രത്യക്ഷമായാൽ ഇൻഹേലിംഗിന്റെയും എക്സേലിന്റെയും നടുവിലുള്ളവർക്ക് പെട്ടെന്ന് വാക്വം പോലെയുള്ള സെൻസേഷൻ അനുഭവപ്പെടും. കാരണം വായുവിൽ പൂർണ്ണമായും ഓക്സിജൻ ഇല്ലാതാകുന്നു. ഈ സാഹചര്യത്തിൽ ആളുകൾക്ക് ചെറിയ ശ്വാസമുട്ടൽ അനുഭവപ്പെടും. എന്നാൽ 5 സെക്കൻഡിന് ശേഷം ഓക്സിജൻ തിരിച്ചെത്തുമ്പോൾ മിക്കവരും വേഗത്തിൽ സുഖം പ്രാപിക്കും. എന്നിരുന്നാലും ആസ്മ അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പോലുള്ള ശ്വാസകോശ സംബന്ധമായ അവസ്ഥയുള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. കാരണം ഓക്സിജൻ വിതരണത്തിലെ ഒരു ചെറിയ തടസ്സം പോലും അവരുടെ രോഗലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കും. അതുപോലെ വെന്റിലേറ്ററിലുള്ള രോഗികളോ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരോ അതുപോലുള്ള ഗുരുതരമായ അവസ്ഥയിലുള്ള ആർക്കും അവരുടെ ഓക്സിജൻ വിതരണം ഏതാനും നിമിഷങ്ങൾ പോലും തടസ്സപ്പെട്ടാൽ ജീവൻ അപകടപ്പെടുത്തുന്ന സങ്കീർണതകൾ അനുഭവിച്ചേക്കാം. മിക്ക മൃഗങ്ങൾക്കും അനുഭവം മനുഷ്യരുടേതിന് സമാനമായിരിക്കും. സെല്ലുലാർ ശ്വാസോച്ഛ്വാസത്തിന് ഓക്സിജനെ ആശ്രയിക്കുന്ന സസ്തനികൾ, പക്ഷികൾ, മറ്റ് മൃഗങ്ങൾ എന്നിവയ്ക്ക് അവയുടെ ശ്വസനത്തിൽ ഒരു ചെറിയ തടസ്സം അനുഭവപ്പെടും. ഇത് ഡിസോറിയന്റേഷനിലേക്കും ഡിസ്ട്രസിലേക്കും നയിക്കുന്നു. ജലജീവികൾ, പ്രത്യേകിച്ച് മത്സ്യങ്ങളും സമുദ്ര സസ്തനികളും കൂടുതൽ നാടകീയമായ പ്രഭാവം അനുഭവിച്ചേക്കാം. കാരണം ഓക്സിജനും വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ അവയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. സമുദ്രങ്ങളിലും തടാകങ്ങളിലും നദികളിലും ഓക്സിജന്റെ പെട്ടെന്നുള്ള തിരോധാനം ജലജീവികളുടെ ശ്വാസോച്ഛ്വാസം തൽക്ഷണം തടസ്സപ്പെടുത്തും. എന്നിരുന്നാലും 5 സെക്കൻഡിന് ശേഷം ഓക്സിജൻ തിരിച്ചെത്തിയാൽ മിക്കവരും സുഖം പ്രാപിക്കും. ഏതാനും നിമിഷങ്ങൾ പോലും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ അപ്രത്യക്ഷമാകുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഓക്സിജൻ ശ്വസനത്തിന് മാത്രമല്ല, വിവിധ അന്തരീക്ഷ പ്രക്രിയകളുടെ സ്ഥിരത നിലനിർത്തുന്നതിനും നിർണായകമാണ്. അതിന്റെ അഭാവം പരിസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമാകും. അന്തരീക്ഷ മർദ്ദത്തിന് ഓക്സിജൻ ഗണ്യമായ സംഭാവന നൽകുന്നു. എല്ലാ ഓക്സിജനും അപ്രത്യക്ഷമായാൽ അന്തരീക്ഷത്തിന്റെ മൊത്തത്തിലുള്ള മർദ്ദം ഗണ്യമായി കുറയും. ഈ പെട്ടെന്നുള്ള മർദ്ദം കുറയുന്നത് അന്തരീക്ഷത്തിലും അതിലുള്ള എല്ലാ കാര്യങ്ങളിലും ഉടനടി സ്വാധീനം ചെലുത്തും. ഉദാഹരണത്തിന് എല്ലാ മനുഷ്യർക്കും മൃഗങ്ങൾക്കും വളരെ വേഗത്തിൽ ഇറങ്ങുന്ന വിമാനത്തിലോ വാക്വം ചേംബറിലോ ഉള്ള അനുഭവത്തിന് സമാനമായ വേഗമേറിയതും അസുഖകരമായ സമ്മർദ്ദമാറ്റം അനുഭവപ്പെടാം. മർദ്ദം തൽക്ഷണം കുറയുമ്പോൾ ചെവി പൊട്ടൽ, വഴിതെറ്റൽ, അസ്വസ്ഥത എന്നിവ അനുഭവപ്പെടും. ഓക്സിജൻ തന്മാത്രകൾ സൂര്യനിൽ നിന്നുള്ള നീല വെളിച്ചം വിതറുന്നു. അതുകൊണ്ടാണ് പകൽ സമയത്ത് ആകാശം നീലയായി കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ
ആകാശം നീലയായി കാണില്ല. പകരം ആ 5 സെക്കൻഡ് നേരത്തേക്ക് ആകാശം കറുത്ത നിറത്തിലോ വ്യത്യസ്തമായ നിറത്തിലോ ദൃശ്യമാകാം. നീല വെളിച്ചത്തിന്റെ വിസരണം നിലച്ചതിനാൽ കൂടുതൽ ചുവപ്പ് കലർന്നതോ ഓറഞ്ച് നിറത്തിലോ പ്രത്യക്ഷപ്പെടാം. ഈ മാറ്റം താൽക്കാലികമായിരിക്കുമെങ്കിലും ഓക്സിജന്റെ ഹ്രസ്വകാല അഭാവത്തിൽ മനുഷ്യരും മൃഗങ്ങളും അനുഭവിക്കുന്ന ദൃശ്യപരവും സെൻസറി ഡിസോറിയന്റേഷനും ഇത് വർദ്ധിപ്പിക്കും. ഓക്സിജന്റെ അഭാവം അതിന്റെ സാന്നിധ്യത്തെ ആശ്രയിക്കുന്ന ഭൗതികവും രാസപരവുമായ പ്രക്രിയകളിൽ കാസ്കേഡിംഗ് ഫലങ്ങൾ ഉണ്ടാക്കും. ഈ ഇഫക്റ്റുകൾ എല്ലാ സാഹചര്യങ്ങളിലും ഉടനടി ജീവന് ഭീഷണി അല്ലെങ്കിലും മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും പരിസ്ഥിതിക്കും വിപുലമായ നാശമുണ്ടാക്കും. ഓക്സിജന്റെ തിരോധാനത്തിന്റെ ഏറ്റവും പെട്ടെന്നുള്ള ഫലങ്ങളിൽ ഒന്ന് എല്ലാ തീജ്വാലകളും കെടുത്തുന്നതാണ്. ജ്വലനത്തിന്റെ ഒരു നിർണായക ഘടകമാണ് ഓക്സിജൻ. തീക്ക് ഇന്ധനം നൽകുന്ന രാസപ്രക്രിയ. ഓക്സിജൻ ഇല്ലാതെ ജ്വലന പ്രതികരണങ്ങൾ ഉണ്ടാകില്ല. ഫാക്ടറികളിലോ വീടുകളിലോ വനങ്ങളിലോ മെഴുകുതിരികളിലോ പോലും എല്ലാ തീയും തൽക്ഷണം അണയ്ക്കപ്പെടും. കാട്ടുതീയോ വീടുകളുടെ തീപിടുത്തമോ തടയുന്നതിന് ഇത് ഒരു നല്ല ഫലമാണെന്ന് തോന്നുമെങ്കിലും പെട്ടെന്നുള്ള ജ്വലനം നിർത്തുന്നത് വ്യാവസായിക ഗതാഗത ക്രമീകരണങ്ങളിൽ കൂടുതൽ ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കും. കാറുകൾ, വിമാനങ്ങൾ, ട്രെയിനുകൾ, കപ്പലുകൾ എന്നിവയ്ക്ക് ഊർജ്ജം നൽകുന്ന ജ്വലന എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നതിന് ഓക്സിജനും ഇന്ധനവും ചേർന്ന മിശ്രിതത്തെ ആശ്രയിക്കുന്നു. ഓക്സിജൻ ഇല്ലെങ്കിൽ എല്ലാ ജ്വലന എഞ്ചിനുകളും ഉടനടി ഷട്ട് ഡൗൺ ചെയ്യും. ഇത് വാഹനങ്ങൾ എവിടെയായിരുന്നാലും സ്തംഭിക്കും. പറക്കുന്ന വിമാനങ്ങൾക്ക് പവർ നഷ്ടപ്പെടും. ഇത് അപകടങ്ങൾക്ക് കാരണമാകും. കപ്പലുകളും ട്രെയിനുകളും കാറുകളും പെട്ടെന്ന് നിൽക്കാം. ഇത് വ്യാപകമായ ഗതാഗത കുഴപ്പങ്ങൾക്കും അപകടങ്ങൾക്കും ഇടയാക്കും. പല പവർ പ്ലാന്റുകളും വ്യാവസായിക പ്രക്രിയകളും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് ജ്വലനത്തെ ആശ്രയിക്കുന്നു. ഓക്സിജന്റെ അഭാവം വൈദ്യുത നിലയങ്ങൾ തൽക്ഷണം അടച്ചുപൂട്ടാൻ ഇടയാക്കും. ഇത് ബ്ലാക്ക് ഔട്ടിനും ഊർജ്ജക്ഷാമത്തിനും ഇടയാക്കും. ജ്വലനമോ ഓക്സീകരണമോ ഉൾപ്പെടുന്ന ഏതൊരു പ്രക്രിയയും നിലച്ചു പോകുമെന്നതിനാൽ ഫാക്ടറികളും ഉൽപാദനം നിർത്തും. പല വസ്തുക്കളുടെയും പ്രത്യേകിച്ച് ലോഹം കൊണ്ട് നിർമ്മിച്ചവയുടെയും ശക്തിയും സമഗ്രതയും നിലനിർത്തുന്നതിന് ഓക്സിജൻ അത്യന്താപേക്ഷിതമാണ്. ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സിജൻ ലോഹവുമായി പ്രതിപ്രവർത്തിച്ച് ഒരു സംരക്ഷിത പാളി ഉണ്ടാക്കുന്ന പ്രക്രിയ ലോഹങ്ങൾ തുരുമ്പെടുക്കുന്നത് തടയാൻ സഹായിക്കുന്നു. ഓക്സിജന്റെ അഭാവത്തിൽ ഈ സംരക്ഷിത ഓക്സിഡേഷൻ പാളി അപ്രത്യക്ഷമാകും. ഇത് തുറന്ന ലോഹ ഘടനകൾക്ക് അവയുടെ സമഗ്രത നഷ്ടപ്പെടും. സ്റ്റീലിൽ നിന്നും മറ്റ് ലോഹങ്ങളിൽ നിന്നും നിർമ്മിച്ച പാലങ്ങൾ, കെട്ടിടങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പെട്ടെന്ന് ഘടനാപരമായ ബലഹീനത അനുഭവപ്പെടും. ഓക്സിജന്റെ 5 സെക്കൻഡ് അപ്രത്യക്ഷമാകുന്നത് ഈ ഘടനകളെ ഉടനടി തകരാൻ ഇടയാക്കില്ലെങ്കിലും ഓക്സിജൻ തിരിച്ചെത്തി കഴിഞ്ഞാൽ അത് ഭാവിയിലെ കേടുപാടുകൾക്കും അവരെ കൂടുതൽ ദുർബലമാക്കും. കാലക്രമേണ ഇത് കൂടുതൽ ദ്രുതഗതിയിലുള്ള ക്ഷയത്തിനും സാധ്യതയുള്ള ഘടനാപരമായ പരാജയങ്ങൾക്കും ഇടയാകും. കാലക്രമേണ കോൺക്രീറ്റിനെ ശക്തിപ്പെടുത്തുന്ന രാസപ്രക്രിയകളിൽ ഓക്സിജനും ഒരു പങ്ക് വഹിക്കുന്നു. ഓക്സിജന്റെ അഭാവം ഈ പ്രക്രിയകളെ തടസ്സപ്പെടുത്തുകയും കോൺക്രീറ്റ് ഘടനകളെ ദുർബലപ്പെടുത്തുകയും കേടുപാടുകൾക്ക് കൂടുതൽ വിധേയമാക്കുകയും ചെയ്യും. മിക്ക ജീവികളും ഓക്സിജന്റെ 5 സെക്കൻഡ് അഭാവത്തെ അതിജീവിക്കുമെങ്കിലും ദീർഘകാല ജൈവപരവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഓക്സിജൻ ശ്വസനത്തിന് അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല ഫോട്ടോസിന്തസിസിലും ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്ന മറ്റ് ജൈവ പ്രക്രിയകളിലും നിർണായക പങ്ക് വഹിക്കുന്നു. മൃഗങ്ങളെ പോലെ സസ്യങ്ങളും സെല്ലുലാർ ശ്വസനത്തിനായി ഓക്സിജനെ ആശ്രയിക്കുന്നു. എന്നിരുന്നാലും ഓക്സിജൻ ഫോട്ടോസിന്തസിസിന്റെ ഒരു ഉപോൽപ്പന്നമാണ്. സസ്യങ്ങൾ സൂര്യപ്രകാശത്തെ ഊർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. 5 സെക്കൻഡ് നേരത്തേക്ക് ഓക്സിജൻ അപ്രത്യക്ഷമായാൽ ഫോട്ടോസിന്തസിസ് തടസ്സപ്പെടും. എന്നിരുന്നാലും ഹ്രസ്വകാലത്തേക്ക് ആഘാതം വളരെ കുറവായിരിക്കും. ഓക്സിജന്റെ പെട്ടെന്നുള്ള അഭാവം സസ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും സന്തുലിതാവസ്ഥ കൂടുതൽ സൂക്ഷ്മമായി ക്രമീകരിച്ചിരിക്കുന്ന മഴക്കാടുകളോ പവിഴപ്പുറ്റുകളോ പോലുള്ള സെൻസിറ്റീവ് ആവാസ വ്യവസ്ഥകളിലുള്ളവയ്ക്ക് ഒരു ചെറിയ ഷോക്ക് സൃഷ്ടിച്ചേക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലജീവികൾ അതിജീവനത്തിനായി വെള്ളത്തിൽ ലയിച്ച ഓക്സിജനെ ആശ്രയിക്കുന്നു. 5 സെക്കൻഡിനുള്ളിൽ ഓക്സിജൻ അപ്രത്യക്ഷമാകുന്നത് ഭൂരിഭാഗം സമുദ്രജീവികളെയും നശിപ്പിക്കില്ലെങ്കിലും അത് കാര്യമായ സമ്മർദ്ദം സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ആഴക്കടൽ ആവാസ വ്യവസ്ഥകൾ അല്ലെങ്കിൽ മലിനീകരണം ബാധിച്ച പ്രദേശങ്ങൾ പോലുള്ള ഓക്സിജൻ ദരിദ്രമായ അന്തരീക്ഷത്തിലുള്ളവർക്ക്. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രത്തിലെ അമ്ലീകരണം എന്നിവയിൽ നിന്ന് ഇതിനകം തന്നെ ഭീഷണി നേരിടുന്ന പവിഴപ്പുറ്റുകൾ ഓക്സിജന്റെ അളവിൽ ചാഞ്ചാട്ടമുണ്ടായാൽ ഹ്രസ്വമായെങ്കിലും കൂടുതൽ തടസ്സം നേരിട്ടേക്കാം. 5 സെക്കൻഡിനുള്ളിൽ ഓക്സിജൻ അപ്രത്യക്ഷമാകുന്നതിന്റെ ഏറ്റവും പെട്ടെന്നുള്ളതും ദൂരവ്യാപകവുമായ ആഘാതങ്ങളിൽ ഒന്ന് അത് മനുഷ്യ നാഗരികതയുടെ സാങ്കേതിക വ്യാവസായിക സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന കുഴപ്പമായിരിക്കും. നമ്മൾ നിസ്സാരമായി എടുക്കുന്ന പല പ്രക്രിയകളും ഓക്സിജന്റെ നിരന്തരമായ വിതരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓക്സിജൻ ഇല്ലാതെ ജ്വലന എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത് നിർത്തും. ഇത് വൻതോതിൽ അടിയന്തര ഗതാഗത തടസ്സത്തിന് കാരണമാകും. വിമാനങ്ങൾക്ക് എഞ്ചിൻ തകരാർ അനുഭവപ്പെടും. ഇത് ക്രാഷുകൾക്കും ഇടയാക്കും. കടലിലെ കപ്പലുകൾക്ക് ശക്തി നഷ്ടപ്പെടുകയും ലക്ഷ്യമില്ലാതെ ഒഴുകുകയും ചെയ്യും. കാറുകൾ, ബസ്സുകൾ, ട്രെയിനുകൾ എന്നിവ നിശ്ചലമാകും. ഇത് റോഡുകളിലും റെയിൽവേകളിലും അപകടങ്ങൾക്കും കാരണമാകും. ചരക്കുകളുടെയും ആളുകളെയും നീക്കുന്നതിന് ഗതാഗത ശൃംഖലകളെ വളരെയധികം ആശ്രയിക്കുന്ന ആഗോള സമ്പത്ത്
സമ്പദ്വ്യവസ്ഥ അഭൂതപൂർവമായ ആഘാതം അനുഭവിക്കും. ഷിപ്പിംഗ് കാലതാമസം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ഗതാഗത കേന്ദ്രങ്ങളിലെ വ്യാപകമായ അരാജകത്വം എന്നിവയിൽ നിന്ന് കരകയറാൻ ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ എടുക്കും. ജ്വലനത്തിലുള്ള ഓക്സിജന്റെ അഭാവം മൂലം ഫാക്ടറികളും പവർ പ്ലാന്റുകളും പെട്ടെന്ന് അടച്ചുപൂട്ടും. ഇത് പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് ഫോസിൽ ഇന്ധനത്തെ അടിസ്ഥാനമാക്കിയുള്ള വൈദ്യുതി ഉൽപാദനത്തെ ആശ്രയിക്കുന്ന പ്രദേശങ്ങളിൽ ബ്ലാക്ക് ഔട്ടിലേക്ക് നയിക്കും. വ്യാവസായിക ഉൽപാദനം നിലയ്ക്കും. ഇത് സാമ്പത്തിക നഷ്ടത്തിനും ചരക്കുകളുടെ ക്ഷാമത്തിനും ഇടയാക്കും. കെമിക്കൽ നിർമ്മാണം അല്ലെങ്കിൽ ഉരുക്ക് ഉൽപാദനം പോലുള്ള തുടർച്ചയായ പ്രക്രിയകളെ ആശ്രയിക്കുന്ന വ്യവസായങ്ങളിൽ പ്രത്യാഘാതങ്ങൾ വളരെ കഠിനമായിരിക്കും. ഈ വ്യവസായങ്ങൾക്ക് 5 സെക്കൻഡ് ഓക്സിജൻ അപ്രത്യക്ഷമാകുമ്പോൾ ഉൽപാദനക്ഷമത നഷ്ടപ്പെടുക മാത്രമല്ല, കൃത്യമായ വ്യവസ്ഥകൾ ശരിയായി പ്രവർത്തിക്കാൻ ആവശ്യമായ സങ്കീർണ സംവിധാനങ്ങൾ പുനരാരംഭിക്കുന്ന വെല്ലുവിളികളും നേരിടേണ്ടി വരും. 5 സെക്കൻഡുകൾക്ക് ശേഷം ഓക്സിജൻ തിരിച്ചെത്തിയാൽ പല സിസ്റ്റങ്ങളും വീണ്ടെടുക്കാൻ തുടങ്ങും. എന്നാൽ ചില ദീർഘകാല ഫലങ്ങൾ നീണ്ടു നിൽക്കും. ആവാസ വ്യവസ്ഥകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യാവസായിക പ്രക്രിയകൾ എന്നിവ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ സമയം ആവശ്യമായി വരും. ചില സംവിധാനങ്ങൾ ഒരിക്കലും പൂർണ്ണമായി വീണ്ടെടുക്കില്ല. മിക്ക ആവാസ വ്യവസ്ഥകളും 5 സെക്കൻഡ് തടസ്സത്തിൽ നിന്ന് താരതമ്യേന വേഗത്തിൽ വീണ്ടെടുക്കും. എന്നിരുന്നാലും ചില സ്പീഷീസുകളും ആവാസ വ്യവസ്ഥകളും ദീർഘകാല സമ്മർദ്ദം അനുഭവിച്ചേക്കാം. ഉദാഹരണത്തിന് പവിഴപ്പുറ്റുകൾ ഹ്രസ്വമായ ഓക്സിജന്റെ അഭാവത്തിൽ നിന്ന് പൂർണ്ണമായി വീണ്ടെടുക്കാൻ വർഷങ്ങൾ എടുത്തേക്കാം. പ്രത്യേകിച്ചും മറ്റ് പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളാൽ അവ ഇതിനകം ദുർബലമാണെങ്കിൽ. ഓക്സിജൻ തിരോധാനം മൂലമുണ്ടാവുന്ന വ്യാവസായിക ഗതാഗത തടസ്സങ്ങളിൽ നിന്ന് കരകയറുന്നതിന് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഫാക്ടറികളും പവർ പ്ലാന്റുകളും ഉൽപാദനം പുനരാരംഭിക്കേണ്ടതുണ്ട്. വിതരണ ശൃംഖല പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. കേടായ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കേണ്ടതുണ്ട്. വീണ്ടെടുക്കൽ സാധ്യമാകുമെങ്കിലും ഇവന്റ് സമയത്ത് ഉണ്ടായ സാമ്പത്തിക നഷ്ടം ഗണ്യമായിരിക്കും. ചില വ്യവസായങ്ങൾ ഒരിക്കലും പൂർണ്ണമായി വീണ്ടെടുക്കില്ല. 5 സെക്കൻഡ് നേരത്തേക്ക് ഭൂമിക്ക് ഓക്സിജൻ ലഭിക്കാത്ത ഒരു സാങ്കല്പിക സാഹചര്യം ജൈവ, അന്തരീക്ഷ, വ്യാവസായിക സംവിധാനങ്ങളിലുടനീളം ദൂരവ്യാപകവും ഉടനടി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മിക്ക മനുഷ്യരും മൃഗങ്ങളും ഓക്സിജന്റെ ഹ്രസ്വമായ അഭാവത്തെ അതിജീവിക്കുമെങ്കിലും ഭൗതികവും രാസപരവും സാങ്കേതികവുമായ പ്രത്യാഘാതങ്ങൾ അഗാധമായിരിക്കും. ഗതാഗതവും വ്യാവസായിക അടച്ചുപൂട്ടലും മുതൽ അന്തരീക്ഷ വ്യതിയാനങ്ങളും പാരിസ്ഥിതിക തടസ്സങ്ങളും വരെ ഇവന്റിന് ശേഷം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളോളം അലകളുടെ ഫലങ്ങൾ അനുഭവപ്പെടും. ഈ ചിന്താ പരീക്ഷണം ജീവനും നാഗരികതയും നിലനിർത്തുന്നതിൽ ഓക്സിജൻ വഹിക്കുന്ന നിർണായക പങ്കിനെ അടിവരയിടുന്നു. ഭൂമിയുടെ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ എത്ര സൂക്ഷ്മമായി സന്തുലിതമാണെന്ന് എടുത്തു കാണിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അത് മറക്കാതെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.